ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. ഇപ്പോൾ വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയതിന് തൊട്ടു പിന്നാലെ വരുന്നു മറ്റൊരു വാർത്ത. സ്കൂൾ ക്യൂസിൽ VD സവർക്കറെ പുകഴ്ത്തി ചോദ്യം. മഞ്ചേശ്വരം, കുമ്പള, കാസർഗോഡ് ഉപജില്ലകളിലെ സ്കൂളുകളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ ചോദ്യാവലി വിവാദത്തിലാകുന്നു. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന ചോദ്യമാണ്. അതിനുള്ള ഉത്തരമാണ് VD സവർക്കർ എന്ന് കൊടുത്തിരിക്കുന്നത്. LP വിദ്യാർത്ഥികൾക്കായുള്ള ഫ്രീഡം ക്യൂസിന്റെ ചോദ്യാവലിയിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത്. 3 ഉപജില്ലകളിലെയും സോഷ്യൽ സയൻസ് ക്ലബ്ബ് അസോസിയേഷൻ ചുമതലയുള്ള അധ്യാപകർ ചേർന്നാണ് ചോദ്യാവലി തയ്യാറാക്കിയത്. ഇത് പരിശോധിക്കും എന്ന് DD അറിയിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. VD സവർക്കറെ കുറിച്ച് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിലുമൊക്കെ തികച്ചും വ്യത്യസ്തമായ അഭിപ്രായം നിലവിലിരിക്കെയാണ് സവർക്കറെ പുകഴ്ത്തിക്കൊണ്ട് UDF സർക്കാരിൻ്റെ കാലത്ത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഒരു ചോദ്യം തയ്യാറാക്കിയിരിക്കുന്നത്. ഫ്രീഡം ക്യൂസിൽ VD സവർക്കറെ പുകഴ്ത്തി വിദ്യാഭ്യാസ വകുപ്പ് ചോദ്യം തയ്യാറാക്കിയിരിക്കുന്നു. മഞ്ചേശ്വരം, കുമ്പള, കാസർഗോഡ് ഉപജില്ലകളിലെ സ്കൂളുകളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ ക്യൂസിലെ ചോദ്യാവലി ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി, ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ ചോദ്യവും അതിനുള്ള ഉത്തരവും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഏതാണ് എന്നുള്ള ചോദ്യമാണ് കൊടുത്തിരിക്കുന്നത്. ടൈ ബ്രേക്കർ ക്വസ്റ്റ്യനിലെ 5ാമത്തെ ഉത്തരമായിട്ട് VD സവർക്കർ എന്ന ചോദ്യമുണ്ട്. ഉത്തരമുണ്ട് VD സവർക്കർ എന്ന ഉത്തരം പ്രേക്ഷകർക്ക് കാണാം. ഇത് ടൈ ബ്രേക്കർ ക്വസ്റ്റ്യനായിട്ട് ക്യൂസിൽ കൊടുത്തിരിക്കുന്നതാണ്. അരുൺ പൂപ്രമ്പ, ഇത് ചരിത്രപരമായി പോലും ശരിയല്ലാത്ത ചോദ്യമാണ്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി VD സവർക്കറാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. 4ഓളം തവണ മാപ്പെഴുതി കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് VD സവർക്കർ എന്നുള്ളതാണ്. ആ ചോദ്യം മാറിപ്പോയതാണോ അതോ ഈ അധ്യാപകർക്ക് അബദ്ധം പറ്റിയതാണോ? പക്ഷെ അപ്പോഴും VD സവർക്കറെ പുകഴ്ത്തി എങ്ങനെയൊരു ചോദ്യം തയ്യാറാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു? അരുൺകുമാർ, ഇതൊരു അബദ്ധമായി കാണാൻ കഴിയില്ല. കൃത്യമായി ഇതിൽ ചുമതലയുള്ള അധ്യാപകരുണ്ട്. ഈ ചോദ്യാവലി തയ്യാറാക്കുന്നതിന് പ്രത്യേകമായുള്ള അധ്യാപകർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. ഓരോ ഉപജില്ലയിലും ഈ സോഷ്യൽ സയൻസ് ക്ലബ്ബ് അസോസിയേഷനുകളുണ്ട്. ഈ 3 ഉപജില്ല, കാസർഗോഡ്, മഞ്ചേശ്വരം, അതോടൊപ്പം തന്നെ ഉപ്പള ഉപജില്ലകളിലെ ഈ അസോസിയേഷന്റെ ചുമതലയുള്ള അധ്യാപകർക്കാണ് ഈ ചോദ്യാവലി, ഫ്രീഡം ക്യൂസിന്റെ ഈ ചോദ്യാവലി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതല നൽകിയിട്ടുള്ളത്. അതിൽ LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഈ നടത്തിയ ക്വിസ് മത്സരം, അതായത് ഇന്നലെയാണ് ഈ സ്കൂളുകളിൽ ക്വിസ് മത്സരം നടത്തിയത്. നേരത്തെ തന്നെ നിശ്ചയിച്ചതാണ്. പക്ഷേ ശക്തമായ കാലാവസ്ഥ എതിരായതുകൊണ്ട് തന്നെ സ്കൂളുകൾക്ക് അവധിയായിരുന്നു. ഇന്നലെ കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകൾ തുറന്നു പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ഈ 3 ഉപജില്ലകളിലെയും സ്കൂളുകളിൽ ഈ ക്വിസ് മത്സരം നടത്തിയത്. ആ ക്വിസ് മത്സരത്തിൽ LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യാവലിയിലാണ് ടൈ ബ്രേക്കർ ചോദ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 5ാമത്തെ ചോദ്യമായി ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണെന്നാണ് ചോദ്യം. 5ാമത്തെ ചോദ്യത്തിന് ഉത്തരമായി അതിൽ കൃത്യമായി നമുക്ക് കാണാം VD സവർക്കർ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ ഈ ചോദ്യം ലഭിച്ച ശേഷം പല രക്ഷിതാക്കളും ഈ കാര്യം അധ്യാപകരെയൊക്കെ വിളിച്ച് ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതിൽ DDക്ക് ഇതിൽ ഔദ്യോഗികമായ ഒരു പരാതി ലഭിച്ചിരിക്കുകയാണ്. MSF ആണ് ഇതിൽ പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതിയിൽ അത് പരിശോധിക്കുകയാണ് എന്നാണ് DD ഇപ്പോൾ പറയുന്നത്. എന്തായാലും 3 ഉപജില്ലകൾ, അതായത് കാസർഗോഡ്, മഞ്ചേശ്വരം, അതോടൊപ്പം തന്നെ കുമ്പള, ഈ 3 ഉപജില്ലകളിലാണ് ഇന്നലെ ഈ ക്വിസ് മത്സരം നടന്നത്. സ്കൂളുകളിലാണ് ക്വിസ് മത്സരം നടന്നത്. നേരത്തെ ഉപജില്ലാ തലത്തിൽ ഒരു സ്കൂൾ തെരഞ്ഞെടുത്ത് അവിടെ നടത്താനായിരുന്നു നിശ്ചയിച്ചിരുന്നു. പക്ഷേ ഈ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ കുട്ടികളെ ഒരു സ്കൂളിലേക്ക് കൊണ്ടുവരണ്ട എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് അതത് സ്കൂളുകളിലേക്ക് ഈ ഫ്രീഡം ക്വിസിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് മുൻകൂട്ടി നടത്തുന്ന മത്സരങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്വിസ് മത്സരം നടത്തിയത്. അതിലാണ് ഈ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിരിക്കുന്നത്. അരുൺകുമാർ സൂചിപ്പിച്ചപ്പോൾ തന്നെ ചരിത്രപരമായും അത് ശരിയല്ലാത്ത, ശരിയാകണമായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ജയിലുകളിലും ജയിലിനു പുറത്തുമായി ശിക്ഷ അനുഭവിച്ചത് എന്ന് വേണമായിരുന്നു. കാരണം തൂക്കിലേറ്റപ്പെട്ട നിരവധി ആളുകളുണ്ട്. തൂക്കിലേറ്റപ്പെടുന്നതിനേക്കാൾ വലിയ ശിക്ഷയൊന്നുമല്ലല്ലോ ഈ പറയുന്ന ജയിലിൽ കഴിയുകയും പിന്നീട് മാപ്പെഴുതി കൊടുക്കുമ്പോൾ പുറത്തു പോവുകയും ചെയ്യുക. അപ്പോൾ വധശിക്ഷ ഏറ്റുവാങ്ങിയവരുടെ ശിക്ഷ
വി ഡി സവർക്കറേക്കാൾ കുറഞ്ഞതായി മാറുന്നു എന്നുള്ളത് എങ്ങനെയാണ് ഈ അധ്യാപകർ ഇങ്ങനൊരു ചോദ്യം ഫ്രെയിം ചെയ്യാൻ സാധിച്ചത് എന്നുള്ളതാണ്. കാര്യം ഏറ്റവും വലിയ ശിക്ഷ വധശിക്ഷയാണ്. വധശിക്ഷ ലഭിച്ച നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്കുണ്ട്. അവരെ നിലനിർത്തിയിരിക്കുകയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കാത്ത ഏകദേശം 27 വർഷക്കാലം, 14 വർഷക്കാലം ജയിലിൽ, അത് 10-11 വർഷക്കാലം ആൻഡമാൻ ജയിലിൽ തന്നെ വി ഡി സവർക്കർ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. 27 വർഷക്കാലം ജയിലിലും പുറത്തുമായിട്ട് രത്നഗിരിയിലും ഒക്കെ ആയിട്ട് തടവറകളിൽ കൂടുതൽ കാലം കഴിഞ്ഞിരുന്ന നേതാവ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഈ വി ഡി സവർക്കറാണ് എന്നത് ചരിത്രത്തിൽ പലയിടത്തും രേഖപ്പെടുത്തി കാണുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ശിക്ഷ വധശിക്ഷയാണെന്നിരിക്കെ എങ്ങനെയാണ് വി ഡി സവർക്കറിനെ പുകഴ്ത്തിയ ഒരു ചോദ്യം ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഫ്രീഡം ക്യൂസിൽ വരിക എന്നുള്ളതാണ് ഒരു സംശയം.